വീട്ടിലെ പ്രസവം എന്ന പ്രവണതയുടെ വ്യാപനം ആരോഗ്യ കേരളത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുകയാണ്. ഇപ്പോൾ 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ സംസ്ഥാനത്ത് 523 വീട്ടുപ്രസവങ്ങൾ നടന്നതായാണ് കണക്ക്. അപ്പോൾ അതിന്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഇന്നലെ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോഴത്തേക്കും കൂടി വരികയാണ്, കുറയുകയല്ല. മാത്രമല്ല ഇവർക്ക് ലഭിക്കുന്ന ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത് വീട്ടിൽ പ്രസവം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആദരിക്കുകയാണ്. അതെ, ആദരിക്കൽ പരിപാടി കൂടി നടക്കുമ്പോഴേക്കും ഇതെന്തോ വലിയ സംഭവമാണ്, അച്ചീവ്മെന്റ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ മരണമടയുന്ന സ്ത്രീകളെ കുറിച്ച്, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കൃത്യമായി നോക്കാത്തതിനെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. മാത്രമല്ല ഈ അക്യുപങ്ക്ചറിനൊക്കെ ഒരുപാട് ആരാധകരാണ് കേരളത്തിലുള്ളതാണ് നേരത്തെ അലി അക്ബർ ഷാ പറയുന്നത്. ടീമായിട്ടാണ്, അതിന്റെ ഒരു ടീമായിട്ടാണ് അവരുടെയാണ് ഈ സ്വീകരണ പരിപാടിയൊക്കെ. ബിരുദദാനം പോലെയൊക്കെയാണ് ആദരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പിന്നെ അവരിപ്പോ ഭയങ്കരമായ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച് വേറെ രീതിയിൽ പോകുന്നു. പുതിയ ജനറേഷൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിപ്പോൾ 35-കാരി 3ാമത്തെ പ്രസവമാണ് വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇത് ശാസ്ത്രീയമല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അതെ.